ത്തിൽ എന്താണ് പറയാനുള്ളത്? ലാൽ സലാം എന്നും ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനാണ് അദ്ദേഹം. നമ്മുടെ ഹൃദയത്തിലെ റോസാപ്പൂവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എനിക്ക് വന്ന് കാണാൻ പറ്റാതെ ഞാൻ വൈക്കം എന്നൊരു സ്ഥലത്തായിപ്പോയി. അതുകൊണ്ട് VS-ന് പകരം വയ്ക്കാൻ ഇനി നമുക്ക് മറ്റാരുമില്ല. എന്താണ് പറയാൻ പറ്റുന്നെന്ന് പോലും അറിയാൻ വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ഇന്നലെ ഞാനിത് അറിഞ്ഞ സമയത്ത് വാർത്ത വെച്ച് നോക്കി അറിഞ്ഞ സമയത്ത് ഞാൻ ഒരു നിമിഷം ഞാനല്ലാതെ ആയിപ്പോയി. കാരണം നമ്മളെ ഇത്രയും പാവങ്ങളെ സ്നേഹിക്കുന്ന ഈ മനുഷ്യൻ നമുക്ക് നഷ്ടമായിരിക്കുന്നു. ഇനി ഇതിൽ പകരം വയ്ക്കാൻ നമുക്ക് മറ്റാരും ഇല്ല. ഇനി ആ മനുഷ്യന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി ശ്രീമതി ഉഷാകുമാരി. പകരം വെക്കാനില്ലാത്ത രാഷ്ട്രീയ നേതാവ്. മലപ്പുറത്ത് നിന്നും മറ്റൊരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നു. അബ്ദുൾ നസീഫാണ് ചേരുന്നത്. ശ്രീ അബ്ദുൾ നസീഫ്, കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി ഇറങ്ങിച്ചെന്ന വീരനായകനാണ് വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ വിയോഗത്തിൽ എന്താണ് പ്രേക്ഷകനുമായി പങ്കുവെക്കാനുള്ളത്? ഞങ്ങൾ മലപ്പുറത്തുകാർക്കുള്ള സങ്കടം ഞങ്ങളെ നാട്ടിൽ ജനിച്ചില്ലല്ലോ എന്ന്. അദ്ദേഹം ഞങ്ങളെ നാട്ടിൽ ജനിച്ചില്ലല്ലോ, അദ്ദേഹത്തിന് അന്ത്യയാത്ര ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ബാക്കി നിൽക്കുന്നു. ഹലോ, കേൾക്കാം. മലപ്പുറത്ത് നിന്നും ശ്രീ അബ്ദുൾ നസീഫാണ് ചേർന്നത്. മലപ്പുറത്തെ മണ്ണിൽ പിറന്നു വീണില്ലല്ലോ എന്നാണ് ആ പ്രേക്ഷകൻ പങ്കുവച്ചത്. തൃശ്ശൂരിൽ നിന്നും സുഫാഷ് ചേരുന്നുണ്ട്. സുഫാഷ്, VS വിട പറഞ്ഞിരിക്കുകയാണ്. സാധാരണക്കാരന് വേണ്ടി സംസാരിച്ച വീരപുരുഷനാണ് വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ഈ അവസരത്തിൽ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നത്? സഖാവിനെ തൃശ്ശൂര് പ്രസംഗിക്കാൻ വരുമ്പോൾ കണ്ടിട്ടുണ്ട്. തൃശ്ശൂര് പൂരപ്പറമ്പ് നിന്ന് ജ്വലിക്കും സഖാവ് പ്രസംഗിക്കുമ്പോൾ. സഖാവ് VS നായനാര് പ്രസംഗിക്കുമ്പോൾ പൂരപ്പറമ്പ് തലകുത്തിമറിഞ്ഞ് ചിരിക്കും. സഖാവ് പ്രസംഗിക്കുമ്പോൾ ജ്വലിക്കും. TP ചന്ദ്രശേഖരന്റെ വീട്ടിൽ ഓജ്യത്ത് ധൈര്യപൂർവ്വം കടന്നു ചെല്ലാൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും ഒറ്റ സഖാവ് VS മാത്രമായിരുന്നു. പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനത്തിനെ മാറ്റിമറിക്കാൻ ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറ്റിമറിച്ച് വോട്ട് ചെയ്ത് അധികാരത്തിൽ മുഖ്യമന്ത്രിയായി എത്തിയ സഖാവാണ് VS. ജനമനസ്സിൽ എന്നും ജ്വലിച്ചു നിൽക്കുന്ന സഖാവിനെ പറ്റി ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ലാൽ സലാം. നന്ദി ശ്രീ സുഭാഷ്. VS-ന് വിട നൽകുകയാണ് കേരള രാഷ്ട്രീയം. അദ്ദേഹത്തെ ആലപ്പുഴയിലുള്ള ജന്മനാട്ടിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. വിലാപയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി. കേരളത്തിലെ ആലപ്പുഴയിൽ നിന്ന് തമ്പാൻ ചേരുന്നുണ്ട്. ശ്രീ തമ്പാൻ, VS-ന്റെ വിയോഗത്തിൽ എന്താണ് ഓർക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ നിന്ന സമയത്ത് മുതലാണ് നമ്മളെ VS-ന് ഞാൻ കാസർഗോഡ് ജില്ല അറിയപ്പെട്ട ആ സീറ്റ് നിഷേധവും കേൾക്കുന്നുണ്ടോ? പറയാം. ആ സീറ്റ് നിഷേധവും ഇതെല്ലാം കൊണ്ട് അങ്ങനെ ആദ്യം മുതലാണ് നമ്മൾ അറിയപ്പെട്ടത്. അവിടെ കഴിച്ച്
ഒരു വേദിയിൽ നിന്ന് ഒരു വഴിപാട് വരെ ആന്ധ്രപ്രദേശ് ശബരിമലയിൽ അത് ഈ കാലം എത്തിപ്പെട്ടുകയും ചെയ്തു. കറക്റ്റാ? ഓ കേൾക്കുന്നില്ല. തമ്പാനാണ് കേരള വിഷനോടൊപ്പം ചേർന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു. നാടിന്റെ മുഴുവൻ ഹൃദയവും കവർന്നെടുത്താണ് സമരമുദ്രകൾ പതിഞ്ഞ വീതിയിലൂടെ VSന്റെ വിലാപയാത്ര നീങ്ങുന്നത്. അതിൻ്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് കേരള വിഷനിലൂടെ ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ബേബിക്കുട്ടി ചേരുന്നുണ്ട്. ബേബിക്കുട്ടി, VSന്റെ ഈ വിയോഗത്തിൽ എന്താണ് ഓർക്കുന്നത്? ഞാൻ ഉച്ച നേരത്തെ ഇദ്ദേഹത്തിന്റെ അവിടുന്ന് തിരിക്കുന്നതെല്ലാം കണ്ട് എനിക്ക് സങ്കടമായിരുന്നു. നല്ലൊരു സഖാവാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സഖാവാണ്, ഏത് പാർട്ടി ആയാലും. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഖാവ് തന്നെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നല്ല ദുഃഖമുണ്ട്, നല്ല സങ്കടമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പൊട്ടി കരയാനാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഉച്ചയ്ക്ക് ഞങ്ങളിരുന്ന് കരഞ്ഞു, ഇതെല്ലാം കണ്ട് ഞങ്ങൾ കരഞ്ഞു. ഭയങ്കര ഒരു വിഷമമായിപ്പോയി. ഇത് സുഖമില്ലാതെ ആശുപത്രി കിടക്കുമ്പോഴേ എല്ലാ വാർത്തയിലും നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. അസുഖം ഭേദമാവണി എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മളെ സഖാവിന് വിടാം. നന്ദി ശ്രീമതി ബേബിക്കുട്ടി. എത്രയോ സാധാരണക്കാരുടെ പ്രാർത്ഥനകളിലാണ് VS ഉള്ളതെന്നാണ് പറയേണ്ടിയത്. ഐതിഹാസികമായ സമര പോരാട്ട ചരിത്രമാണ് VS ബാക്കി വയ്ക്കുന്നത്. തലകുനിക്കാത്ത, വിട്ടുവീഴ്ചകളില്ലാത്ത ഉറച്ച ശബ്ദത്തിൻ്റെ ചരിത്രമാണ് VS. ആ VSന്റെ ഭൗതിക ശരീരമാണ് നിലവിൽ ആലപ്പുഴയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാലുകഴക്കാതെ, ശബ്ദമിടറാതെ ആയിരങ്ങളാണ് VSനെ ഒരു നോക്ക് കാണാൻ വേണ്ടി റോഡുകളിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ആ ജനസാഗരത്തെ താണ്ടിയാണ് VS സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. VSന്റെ അന്ത്യയാത്രയാണ് ആലപ്പുഴയിലേക്കുള്ളത്. സമയം എത്ര തന്നെ വൈകിയാലും VSനെ കാണാതെ മടക്കമില്ല എന്നുള്ള ദൃഢനിശ്ചയമാണ് ഈ പ്രേക്ഷകരിലൂടെ നാം കാണേണ്ടത്. അത്രയും അധികം VSനെ സ്നേഹിക്കുന്ന ഒരു നാടുണ്ട് ഇവിടെ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയും ഈ മാനവരാശി ഉള്ളിടത്തോളം കാലം VS ജീവിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ കണ്ട പ്രേക്ഷകരൊക്കെ പറയുന്നത്. ചങ്കിനുള്ളിലെ റോസാപ്പൂ എന്നാണ് VSനെ വിശേഷിപ്പിച്ചത്. കണ്ണേ കരളെ VSA എന്നാണ് പ്രതിനിധികൾ വിളിക്കുന്നത്. ഈ കാണുന്ന ആളുകളെല്ലാം സാധാരണക്കാരാണ്. ആ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു പടനായകനായിട്ടാണ് VSനെ എല്ലാവരും കാണുന്നത്. തിരുവനന്തപുരത്ത് നിന്നും വിനീത് ചേരുന്നുണ്ട്. ശ്രീ വിനീത്, ഇനി VS ഇല്ല, ആ രണ്ടക്ഷരം ഇനി ശൂന്യമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? VS ആവേശമാണ്. ഞങ്ങളെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഭാഗ്യം. നമ്മൾ AKGയുടെയും EMSന്റെ കാലഘട്ടത്തിൽ നിങ്ങളില്ല. പക്ഷെ ഇപ്പോഴും പല മാധ്യമങ്ങളും കൊടുക്കുന്ന വാർത്ത പറഞ്ഞാൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് കാരണം ആണ് VS. അങ്ങനെയല്ല. ഇന്ന് ഈ വിലാപയാത്ര തന്നെ നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതില് യുവാക്കൾ ഉണ്ടായിരുന്നു, അതിലും
സാധുക്കളും ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ പല മാധ്യമങ്ങളും നോക്കിയ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണെന്നും കഴിഞ്ഞു, GS-നോടൊപ്പം കഴിഞ്ഞു. അങ്ങനെയല്ല, GS-ന്റെ കുറെ നമുക്ക് വിപ്ലവമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഇപ്പം എന്ത് പറയാൻ എന്തൊക്കെയാ പറയണമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ പറയാൻ വാക്കില്ല. വേറെ മറ്റൊന്നും പറയാനില്ല. മനസ്സിലാവുന്നുണ്ടോ വിനീത്? തിരുവനന്തപുരത്ത് നിന്ന് വിനീതാണ് കേരള വിഷനുമായി പങ്കുവച്ചത് ഓർമ്മകൾ. പ്രായഭേദമന്യെയാണ് VS-ന്റെ മുദ്രാവാക്യങ്ങൾ തെരുവിലൂടെ കേൾക്കുന്നത്. ഇത്രം പ്രായഭേദമന്യേ ഇനിയും ജീവിക്കും എന്നതിന്റെ ഉദാഹരണമാണ് ആ മുദ്രാവാക്യങ്ങളെല്ലാം. ചെല്ലപ്പൻ ചേരുന്നുണ്ട്. ശ്രീ ചെല്ലപ്പൻ, VS വിടവാങ്ങിയ ഈ വേളയിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സഹാബ് എന്ന് പറഞ്ഞ വ്യക്തി, ഞാനൊരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു 10-61 വയസ്സ് കഴിഞ്ഞ ആളാണ്. ഹലോ ഹലോ കേൾക്കാം. സഹാവിന്റെ അമ്മ വസൂരി പിടിച്ച് മരിച്ചിട്ട് 4 വയസ്സില്, അത് കഴിഞ്ഞിട്ട് അച്ഛൻ 7 വയസ്സിൽ മരിച്ചു. ആ അച്ഛന് എല്ലാം നഷ്ടപ്പെട്ട് ഇത്രത്തോളം ശക്തമായ ഒരു നേതാവ് കേരളത്തിൽ EMS പോലും ഇല്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാടിലും. എനിക്ക് അവിടെ വന്ന് ഒന്ന് കാണാനുള്ള 1000 രൂപയുണ്ടെങ്കിൽ ഞാൻ ആലപ്പുഴയിലെങ്കിലും വന്ന് കണ്ടേനെ. അതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്, വിഷമമുണ്ട്. ഞാൻ ആ സഖാവ് അച്ചുമാമനെ ഞാൻ ആത്മാവിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് ഞാൻ അനുഗ്രഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാ എനിക്ക് പറയാനുള്ളത്. നന്ദി. വൈക്കത്ത് നിന്നും ഷാജി ചേരുന്നുണ്ട്. ശ്രീ ഷാജി, VS-ന്റെ വിയോഗത്തിൽ എന്താണ് ഓർക്കുന്നത്? താങ്ങാൻ പറ്റുന്നില്ല. KSRTC-യിലെ ഒരു ജീവനക്കാരനാണ്. KSRTC-യിലെ ഈ സുവർണകാലത്തിന് നാന്ദി കുറിച്ചത് VS-ന്റെ കാലഘട്ടമാണ്. ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത ജനകീയ നേതാവാണ്. ഞങ്ങളുടെ TV-പുരത്ത് VS വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹചാരിയായ സഖാവ് KV-യുടെ നിര്യാണ ദിവസം VS മുഖ്യമന്ത്രിയായിരുന്നു. VS വന്നിട്ട് ആ ഭൗതിക ശരീരം മറവിയാവും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടായി. അദ്ദേഹം TV-പുരത്ത് മൂത്തേടത്തുകാവിലെത്തി, അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി KV-യുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് ഇന്നലത്തെ പോലെ ഓർക്കുകയാണ്. KV സഖാവിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം KSRTC-യിലെ ജീവനക്കാരൻ്റെ രീതിയിൽ ദുഃഖം ഈ അവസരത്തിൽ പങ്കുവെക്കുന്നു. ദാറുസ്സലാം സഖാവി മരിക്കുന്നില്ല, ഞങ്ങളുടെ നെഞ്ചിലെ പൂവാണ് സഖാവ്. പേര് ഷാജി TV. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചത്. കേരളത്തിലെ കർഷക തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും സമര പോരാട്ടത്തിന്റെ അധ്യായങ്ങൾ എഴുതിച്ചേർത്ത ഭൂമികകൾ പിന്നിടുമ്പോൾ VS എന്ന സമരനായകൻ വാക്കുകളിലൂടെ ഇവിടങ്ങളിലെല്ലാം ഇപ്പോഴും ജീവിക്കുകയാണ് എന്നാണ് ഓരോ പ്രേക്ഷകനും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര
സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആ സമരനായകന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഓരോരുത്തരും. ജനസാഗരമാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേക വാഹനത്തിൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രായഭേദമന്യെയാണ് ഓരോരുത്തരും അദ്ദേഹത്തെ അവസാനമായി കാണാൻ ആഗ്രഹിക്കുന്നത്. അതിന് പറ്റുന്നില്ലല്ലോ എന്നതാണ് മറ്റുള്ളവരുടെ പ്രധാന പ്രശ്നവും. ചെങ്കൊടിയേന്തിയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുമാണ് അദ്ദേഹത്തെ ജന്മനാട്ടിലേക്ക് അയക്കുന്നത്. വിപ്ലവ സൂര്യൻ ഇനിയില്ല. ഓരോ സാധാരണക്കാരൻ്റെയും സുഹൃത്തായി, സന്തത സഹചാരിയായി ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ച ജനനായകനായിരുന്നു VS. കണ്ണൂർ സ്വദേശി സത്യൻ ചേരുന്നുണ്ട്. ശ്രീ സത്യൻ, വിപ്ലവ സൂര്യന്റെ ഈ വിയോഗത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എയർപോർട്ടിന് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ച് ജനങ്ങൾക്ക് വേണ്ടി എത്രയോ ത്യാഗങ്ങൾ സഹിച്ചതിന്റെ ഭാഗമായി നമുക്കൊരു എയർപോർട്ട് ആക്കി തന്നത് ബഹുമാനം നമ്മുടെ ഈ VS എന്ന് പറയുന്ന സമര ഭടനായിരുന്നു. അതുപോലെ തന്നെ VS മുഖ്യമന്ത്രിയായ സമയത്ത് പട്ടികജാതിയിൽപ്പെട്ട ആളുകളുടെ കടം എഴുതിത്തള്ളുന്ന കാര്യത്തിലൊക്കെ നല്ല ധീരമായ ആ പ്രവർത്തനം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഗുണമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ധീരനായിരിക്കുന്ന ഈ VS എന്ന് പറയുന്ന ഈ രണ്ടക്ഷരത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ സഖാവിന്റെ വേർപാട് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയൊരു പ്രയാസം തന്നെയാണ്. ഒട്ടനവധി സമരമുഖങ്ങളാൽ കലുഷിതമായിരിക്കുന്ന നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും പല സംഘടനകൾ വരുമ്പോഴും അതിനൊക്കെ ധീരമായി നേരിടുകയും അത് പോലീസിനെ കൊണ്ടും അതുപോലെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വേണ്ട രീതിയിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ നമ്മുടെ ഈ നഷ്ടപ്പെട്ടു പോയ സഖാവ് VSന് നല്ല പ്രായത്തെ മറന്നുകൊണ്ട് ഏത് മേഖലകളിലും ഓടിയെത്തുകയും വേണ്ട എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു സഖാവാണ് നമ്മുടെ VS. ഏതായാലും ആ സഖാവ് ഞങ്ങളിൽ നിന്ന് ഇന്ന് വിട്ടുപോയെങ്കിലും ജീവിക്കുന്നുണ്ട് നമ്മളുടെ എല്ലാം ജനഹൃദയങ്ങളിലും. അതുപോലെ തന്നെ ഈ വിട്ടുപോയ ഈ നഷ്ടപ്പെട്ടുപോയ ഈ സഖാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ പഴശ്ശിയിലാണ് എൻ്റെ നാട്. ഈ ധീരനായിരിക്കുന്ന ആ ധീരപഴശ്ശിയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ ഒപ്പം ആ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി ശ്രീ സത്യൻ. VSന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയായിരുന്നു കണ്ണൂർ സ്വദേശി സത്യൻ. പുന്നപ്രയിൽ നിന്ന് ലക്ഷ്മണൻ ചേരുന്നു. ശ്രീ ലക്ഷ്മണൻ, VSന്റെ വിലാപയാത്ര ജന്മനാടായ ആലപ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ താങ്കളുടെ ഓർമ്മകൾ എന്തൊക്കെയാണ്? അപ്പോഴത്തേക്ക് എന്റെ ഒരു അളിയന്റെ മകള് മരിച്ചായിരുന്നു, ശോഭനി രാജൻ. 2003 തോന്നുന്നു, 2000 ഞാൻ ഓർക്കുന്നില്ല, ദേശീയതാരമായിരുന്നു. അപ്പൊ ഞാൻ ഒരു അവാർഡ് കോൺഫറൻസിൽ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് P. ഷാജി, പാർത്ഥന്റെ മോഹൻ, പുന്നപ്രയിലെ VSന്റെ അയൽവക്കക്കാരൻ P. ഷാജി ആണെന്ന ഏരിയ സെക്രട്ടറി വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് കുട്ടനാട്ടിൽ ചെളിയും ചവിട്ടി പാടത്തിന്റെ നടുക്ക് ഒരു 500 ഏക്കർ വരുന്ന പാടത്തിന് നടുക്ക് ചെളിയും ചവിട്ടി അവിടെ വന്ന് ആ സല്യൂട്ട് ചെയ്ത് സുധാകരൻ സാറും ഇവരെല്ലാരും വരികയും പിന്നെ VS വന്ന് അവരെ മൊത്തം അനുമോദിക്കുകയും അനുസ്മരിക്കുകയും എല്ലാം ചെയ്ത കാര്യം മറക്കാൻ പറ്റത്തില്ല. VSന്റെ കാര്യം പറഞ്ഞ പാടെ 9:20 പറഞ്ഞിട്ട് 9 മണിക്ക് മുമ്പേ ആ ചെളിയും ചവിട്ടി പാടത്തിലൂടെ കണ്ടത്തിലൂടെ 5-10 ഏക്കർ നടന്ന് ചെളിയിലൂടെ വന്ന് ആ കുഞ്ഞിനെയും കണ്ട് ആ വീട്ടുകാരെ
സമാസിപ്പിച്ച് ചേച്ചിക്ക് ജോലിയും വാങ്ങിച്ചു കൊടുത്ത് സമരം ഡിവൈഎഫ്ഐയും SFIയും ഈ പാർട്ടി ആകെ തന്നെ സമരത്തിലൂടെ ആ കുടുംബത്തെ സംരക്ഷിച്ചാണ്. അത് മറക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും സങ്കടമാണ്. ഓക്കെ, ലാൽ സലാം സഖാവേ, ലാൽ സലാം. ഈ ശ്രീ ലക്ഷ്മണൻ അദ്ദേഹത്തിൻ്റെ വൈകാരികമായ ഓർമ്മകളാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്.